അപ്പോ മോൾക്ക് കല്യാണം അല്ലെങ്കിൽ മകന് കല്യാണം വേണ്ടേ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്, അതിൽ താല്പര്യപ്പെടുന്നത് മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. വഅൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം. മഹാന്മാരായ ഫിഖഹിന്റെ പണ്ഡിതന്മാർ ഇവിടെ നിന്നാണ് വഅൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം. അപ്പൊ ഒരു പെണ്ണ് സ്വന്തമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി നിക്കാഹ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രജിസ്റ്റർ വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആടുകളിൽ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു നിക്കാഹ് ജായിസാണോ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിബിന്റെ വിഷയത്തിൽ, അതായത് ഒരിക്കൽ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ്, ഒരിക്കൽ അവൾ വിവാഹം ചെയ്യപ്പെട്ടവളാണ്, അവൾക്കാണ് സയ്യിബ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു പെണ്ണിന് യജൂസു ലഹാ അൻ തുസവ്വിജ നഫ്സഹാ, അവൾക്ക് അവളുടെ നഫ്സിനെ തന്നെ വിവാഹം ചെയ്യിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ഫിഖഹിന്റെ അഭിപ്രായമുണ്ട്. ആലിമീങ്ങൾ ജായിസാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണാണ്, അവൾക്ക് യോജിച്ചൊരു പുതിയാപ്പിള്ളയെ അവൾ കണ്ടെത്തിയാൽ അവൾക്ക് അവളെ തന്നെ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരു ബിക്ർ, നിക്കാഹ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ആദ്യമായിട്ട് നിക്കാഹ് ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലാ യജൂസു നിക്കാഹുഹാ ഇല്ലാ ബിവലിയിൻ, ഒരു രക്ഷകർത്താവില്ലാതെ അവരുടെ വിവാഹം സാധുവേ അല്ല എന്ന് മഹാന്മാരായ ഫുഖഹാ പഠിച്ചെടുക്കുന്നത് ഈ ആയത്തിൽ നിന്നാണ്. വഅൻകിഹു, നിങ്ങൾ ചെയ്യിക്കണം എന്നാണ്, അവരായിട്ട് പോയി ചെയ്യല്ല. അത് രണ്ടാമത് കല്യാണം കഴിഞ്ഞ പെണ്ണിനും അങ്ങനെ തന്നെയായിരുന്നു നിയമം വരേണ്ടിയിരുന്നത്. പക്ഷേ സയ്യിബിനെ സംബന്ധിച്ചിടത്തോളം, ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് ഒറ്റയ്ക്ക് തന്നെ പറ്റും എന്ന് തെളിവ് വേറെ വന്നതിന്റെ പേരിൽ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവൾക്കും രക്ഷിതാവ് വേണം എന്ന് തന്നെയാകുമായിരുന്നു നിയമമെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വഅൻകിഹു, നിക്കാഹ് ചെയ്യിക്കണം.